അസാധ്യമായ മലകളെ കീഴടക്കിയ മനുഷ്യൻ. ഇംപോസിബിൾ എന്ന വാക്കിനെ പോലും തോൽപ്പിച്ച മൗണ്ടനിയർ. ഒടുവിൽ അതേ മലനിരകളിൽ അദ്ദേഹത്തിന്റെ ജീവിതയാത്ര അവസാനിച്ചു. നെറ്റ്ഫ്ലിക്സിലെ 14 പീക്സ് നത്തിങ് ഈസ് ഇംപോസിബിൾ എന്ന ഡോക്യുമെന്ററിയിലൂടെ ലോകം മുഴുവൻ അറിയപ്പെട്ട നേപ്പാളി മൗണ്ടനിയർ നിർമ്മൽ നിംസ് പുർജ ഇനി ഓർമ്മ. ആരായിരുന്നു ഈ ഇതിഹാസ മൗണ്ടനിയർ? ബ്രോഡ് പീക്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? പരിശോധിക്കാം. ലോക പർവ്വതാരോഹണ ചരിത്രത്തിലെ ഏറ്റവും വലിയ പേരുകളിലൊന്നായ നിർമ്മൽ പുർജ അഥവാ നിംസ് ഡേ പാകിസ്ഥാനിലെ ബ്രോഡ് പീക്കിലുണ്ടായ മഞ്ഞിടിച്ചിലിൽ മരണപ്പെട്ടത് ലോകത്തെ നടുക്കിയിരിക്കുകയാണ്. 8051 മീറ്റർ ഉയരമുള്ള ബ്രോഡ് പീക്കിൽ ഒരു അന്താരാഷ്ട്ര സംഘം കൊടുമുടിയിലേക്ക് നീങ്ങുന്നതിനിടെയാണ് ഈ ഒരു വൻ മഞ്ഞിടിച്ചിലുണ്ടായത്. പുർജ ഉൾപ്പെടെ 10 മൗണ്ടനിയേഴ്സ് അപകടത്തിൽപ്പെട്ടു. തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്തിയ ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പുർജ ഉൾപ്പെടെ നിരവധി പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഏറ്റവും പുതിയ വിവരം പ്രകാരം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ സഹായത്തോടെയാണ് 4 മൃതദേഹങ്ങൾ കൂടി ബേസ് ക്യാമ്പിലേക്ക് എത്തിച്ചത്. ഒരു സാധാരണ മൗണ്ടനിയർ മാത്രമായിരുന്നില്ല അദ്ദേഹം. നേപ്പാളിൽ ജനിച്ച പുർജ ആദ്യം ബ്രിട്ടീഷ് ആർമി ഗൂർഖ റെജിമെന്റിലും പിന്നീട് ബ്രിട്ടന്റെ അതീവ രഹസ്യ സ്പെഷ്യൽ ബോട്ട് സർവീസ് SBS സ്പെഷ്യൽ ഫോഴ്സിലും സേവനം അനുഷ്ഠിച്ചു. സൈനിക ജീവിതം ഉപേക്ഷിച്ച ശേഷം അദ്ദേഹം ലോകത്തെ അതിശയിപ്പിച്ച പർവ്വതാരോഹണ നേട്ടങ്ങൾ സ്വന്തമാക്കി. 2019 അദ്ദേഹം ലോകത്തിലെ 14 8,000 മീറ്ററിലധികം ഉയരമുള്ള മലകൾ വെറും 6 മാസം 6 ദിവസം കൊണ്ട് കീഴടക്കി ലോക റെക്കോർഡ് സൃഷ്ടിച്ചു. ഇത് അസാധ്യമാണ് എന്ന് കരുതിയിരുന്ന ഒരു നേട്ടമായിരുന്നു. അതിനാലാണ് അദ്ദേഹത്തിന്റെ ദൗത്യത്തിന് പ്രോജക്ട് പോസിബിൾ എന്ന പേര് ലഭിച്ചത്. ഈ യാത്രയെ ആസ്പദമാക്കിയാണ് പിന്നീട് നെറ്റ്ഫ്ലിക്സിൽ 14 പീക്സ് നത്തിങ് ഈസ് ഇംപോസിബിൾ എന്ന ഡോക്യുമെന്ററി പുറത്തിറങ്ങിയത്. അതിലൂടെ നിർമ്മൽ പുർജ ലോകമെമ്പാടും പ്രശസ്തനായി. ഇനി ബ്രോഡ് പീക്കിൽ എന്താണ് സംഭവിച്ചത്? ലോകത്തിലെ 12ാമത്തെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ബ്രോഡ് പീക്ക് ലോകത്തിലെ ഏറ്റവും അപകടകരമായ 8000 മീറ്റർ മലകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. കൊടുമുടിയിലേക്ക് നീങ്ങുന്നതിനിടെയാണ് വലിയ മഞ്ഞിടിച്ചിൽ ഉണ്ടായത്. മഞ്ഞിന്റെ വൻ പാളുകൾ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ചതോടെ സംഘം മുഴുവൻ അപകടത്തിൽപ്പെട്ടു. കാലാവസ്ഥയും അതിദുഷ്കരമായ ഭൂപ്രകൃതിയും കാരണം രക്ഷാപ്രവർത്തനം അതീവ വെല്ലുവിളിയായി മാറി. ഡ്രോൺ, ഹെലികോപ്റ്റർ, പ്രാദേശിക ഷെർപ്പ സംഘങ്ങൾ എന്നിവയുടെ സഹായത്തോടെയാണ് ദിവസങ്ങളോളം നീണ്ട തെരച്ചിൽ നടന്നത്. നിർമ്മൽ പുർജയുടെ മരണവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ലോകമെമ്പാടുമുള്ള മൗണ്ടനിയേഴ്സും സർക്കാരുകളും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. നേപ്പാളിൽ മെഴുകുതിരി തെളിയിച്ച് അനുസ്മരണ ചടങ്ങുകളും നടന്നു. പല പ്രമുഖ മൗണ്ടനിയേഴ്സും അദ്ദേഹത്തെ ഒരു തലമുറയെ പ്രചോദിപ്പിച്ച മനുഷ്യൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ചില മനുഷ്യർ സ്വന്തം നേട്ടങ്ങൾ കൊണ്ട് മാത്രമല്ല ചരിത്രത്തിൽ ഇടം നേടുന്നത്, ഇംപോസിബിൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റിയതുകൊണ്ടാണ്. നിർമ്മൽ പുർജ അത്തരമൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ യാത്ര അവസാനിച്ചിരിക്കാം, പക്ഷേ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് മൗണ്ടനിയേഴ്സിന് അദ്ദേഹം നൽകിയ പ്രചോദനം ഒരിക്കലും അവസാനിക്കില്ല. മലകൾ കീഴടക്കാൻ മാത്രമല്ല, സ്വന്തം ഭയങ്ങളെ കീഴടക്കാനും അദ്ദേഹം പഠിപ്പിച്ച പാഠങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.